ഒരിക്കലും ഒരു പെൺകുട്ടീനെ വിളിച്ചു. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറാണ് അവൾ വിളിച്ചിട്ട് പറയാ അവൾക്ക് ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി അവൾ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് എന്നോട് പറയാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വിഷമം അതൊന്നുമല്ല, എൻ്റെ വിഷമം എൻ്റെ കുഞ്ഞിന് 11 മാസമായിട്ടുള്ളൂ. 11 മാസമായിട്ടുള്ള കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് ചികിത്സയ്ക്ക്. അപ്പം ഞാൻ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കുട്ടി എന്നെ മറക്കുമോ എന്നോട് ചോദിച്ചാൽ. അത് പറഞ്ഞിട്ട് അവൾ കരഞ്ഞു, ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞു. പിന്നെ അവൾ ട്രീറ്റ്മെൻറ്റിന് പോയി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവിടെ ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ കുഞ്ഞിനെ കണ്ടു, എൻ്റെ കുഞ്ഞിനെ എന്നെ മനസ്സിലാവണില്ല, പടച്ചോന് സ്തുതി എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് ഞാൻ എന്നെ മനസ്സിലായിരുന്നെങ്കിൽ അവൾക്ക് സങ്കടമാവില്ല എന്നാ ചോദിച്ചത്. നേരത്തെ പറഞ്ഞ് കരഞ്ഞത് എന്തായിരുന്നു? എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാവുമെന്ന് പേടിച്ച് കരഞ്ഞ ഒരു ആളാണ് ഈ വാക്ക് പറയണത്. എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാകാത്തതിന് പടച്ചോന് നന്ദിയെന്ന്. രോഗം അയാളെ റിഫൈൻ ചെയ്തു. അതാണ് ലോകത്തെ ഏറ്റവും വിനയുള്ള മനുഷ്യന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ അസുഖങ്ങൾ വന്ന മനുഷ്യന്മാരായിരിക്കും. കാരണം അവർക്ക് ജീവിതത്തെ കുറച്ചുകൂടെ മനസ്സിലായി. അതിൻ്റെ പൊലിമകളുടെ അപ്പുറത്തുള്ള ആഘോഷങ്ങളുടെ പിറ്റേന്ന് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. നമുക്ക് ആഘോഷങ്ങൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അവർക്ക് ആഘോഷങ്ങളുടെ പിറ്റേന്ന് എന്താണെന്ന് മനസ്സിലായി.